നമുക്കിന്ന് നോക്കാവുന്നത് ഞാൻ നോക്കാൻ ഉദ്ദേശിക്കുന്നത് അധികം നോക്കുന്നില്ല, വളരെ ടയേർഡാണ്. അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കറണ്ട് എനർജി നോക്കുന്നുണ്ട്, പിന്നെ നിങ്ങളുടെ ഹെൽത്ത് നോക്കുന്നുണ്ട്, നിങ്ങളുടെ ഫിനാൻസ് നോക്കുന്നുണ്ട്, നിങ്ങളുടെ ആരോഗ്യം കരിയർ നോക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ സൗണ്ട് ഇത് മതിയെന്ന് തോന്നുന്നു. കൂടുതൽ സൗണ്ട് എടുക്കാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് ടയേർഡാണ്. അപ്പോൾ നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് എനർജി എന്താണെന്ന് നോക്കിയപ്പോഴത്തേക്ക് കണ്ട ഇതാണ്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ പുതിയ തുടക്കം. നിങ്ങൾ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ എന്തോണോ നിങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് പരമായിട്ട് നിങ്ങൾ മനസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു സമയമാണ്. നിങ്ങൾ വളരെയധികം സാമ്പത്തികമായിട്ടുള്ളത് മുന്നോട്ട് പോകുമെന്നും, നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന ബിസിനസ്സാണോ അല്ലെങ്കിൽ എന്ത് തന്നെയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്നും, നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുമെന്നുള്ളതാണ് കാണിക്കുന്നത്. പിന്നെ നിങ്ങളുടെ ഹെൽത്ത് വൈസ് നോക്കൂ. ഹെൽത്ത് എന്നാ നോക്കട്ടെ. ഹെൽത്ത് ഇതാണ് 4 ഓഫ് കപ്സ് ആണ്. 4 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽത്ത് വൈസ് ശകലം പ്രശ്നമുള്ളതാണ്. നിങ്ങൾ വളരെയധികം മാനസികമായിട്ട് വളരെ പ്രയാസപ്പെടുന്നത് എന്തോ നിങ്ങൾക്ക് ബാധിച്ചായിട്ട്. പക്ഷേ ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് പുറകോട്ട് നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ് ഒരു നല്ലൊരു കപ്പ് പുറകെ നിൽപ്പുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഹെൽത്തിനെ കുറിച്ച് ബാധിച്ചിരിക്കുന്ന എന്തെങ്കിലും കുറിച്ച് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭൂതകാലത്തിലാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് നേരത്തെ എന്തോ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ച് ഇപ്പോഴും നിങ്ങൾ ഭൂതകാലത്ത് തന്നെ ഇരിക്കുകയാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മെഡിസിൻ എടുക്കുക. അതായത് നിങ്ങൾക്ക് നല്ല സമയം വരുന്നുണ്ട്, നല്ല ആരോഗ്യം വരുന്നുണ്ട്, നിങ്ങളത് കാണുന്നില്ല. നിങ്ങൾ മനഃപൂർവ്വം നിങ്ങൾ തിരിഞ്ഞിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ മെഡിസിൻ സ്വീകരിക്കൂ, നല്ലൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യൂ, നിങ്ങൾ ആത്മവിശ്വാസം വരുത്തുകയും ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു സാഹചര്യം, നല്ലൊരു ആരോഗ്യം ഉണ്ടാകുന്നതാണ്. പിന്നെ നിങ്ങളുടെ ഫിനാൻസ് നോക്കുന്നുണ്ട്. ഫിനാൻസ് നോക്കുമ്പോഴത്തേക്ക് ഇതാണ് കിട്ടിയത്. വൈകാരികമായിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നിട്ടാണ് കാണുന്നത്. അത് നിങ്ങൾ ഒറ്റയ്ക്കാണ്, പക്ഷേ നിങ്ങൾ സാമ്പത്തികമായിട്ട് വളരെയധികം ഉയർച്ചയുണ്ട്. നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ജീവിക്കാനായിട്ട്, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒറ്റയ്ക്ക് നന്നിട്ട് ആർഭാടമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചുകൊണ്ട്, ഫിനാൻഷ്യൽപരമായിട്ട് എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചുകൊണ്ട് ജീവിച്ചു പോകാൻ സാധിക്കുന്നതാണ്. സന്തോഷവും സമാധാനമൊക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ അതാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങളുടെ കരിയർ വൈസ് നോക്കിയപ്പോഴത്തേക്ക് ദ വേൾഡ് ആണ്. ദ വേൾഡ് എന്ന് പറഞ്ഞാൽ കംപ്ലീഷനാണ്, പൂർത്തീകരണമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നു, എന്ത് ജോലി ആഗ്രഹിക്കുന്നു, എന്ത് വർക്ക് ആഗ്രഹിക്കുന്നു, എന്ത് ബിസിനസ് ആഗ്രഹിക്കുന്നു, അതെങ്ങനെയാണെങ്കിലും അത് പൂർത്തീകരിച്ച് നല്ല രീതിയിൽ നല്ല ബിസിനസ് നേടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ സാമ്പത്തികമായിട്ടുള്ളൊരു ഉയർച്ച ഉണ്ടാകുന്നതാണ്. എന്തുവന്നാലും ഇന്ന് കിട്ടിയ റീഡിങ് എല്ലാം തന്നെ നല്ലതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഹെൽത്ത് മാത്രം കുറച്ച് ശകലം പ്രശ്നമുണ്ട്. പക്ഷേ അത് നിങ്ങളുടെ മനസ്സിൻ്റെ ചിന്താഗതിയാണ്. അത് തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് ഒരു അസുഖവും ഒരു രോഗമല്ല. കാരണം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയൊരു അസുഖം വരികയാണ്, അതായത് ഒരു ക്യാൻസർ പോലെ അസുഖമൊക്കെ വന്നാൽ വളരെയധികം വിഷമിച്ചിരുന്നു. പക്ഷേ ഇന്ന് അതൊന്നും പ്രശ്നമല്ല. ഇന്ന് കാലം വളരെയധികം മുന്നോട്ട് പുരോഗമിച്ചിരിക്കുന്നു. എന്ത് തന്നെ അസുഖം വന്നാലും അതിന് മരുന്നുണ്ട്. അതുപോലെ എല്ലാത്തിനും നമ്മുടെ ആത്മവിശ്വാസം, എന്ത് അസുഖം വന്നാലും നമുക്ക് ശുഭാപ്തി വിശ്വാസം ഉണ്ടെങ്കിൽ ഒന്നും അവിടെ നടക്കില്ല. നമുക്ക് വേണം ആത്മവിശ്വാസം, അതായത് വേണ്ടത്. ഇപ്പോൾ EFT പോലുള്ള ചില ടെക്നിക്കുകളൊക്കെ ഉണ്ട്. NLP, EFT ഒക്കെ ഉണ്ട്. EFT വെച്ചാൽ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്കാണ്. അതൊക്കെ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വളരെയധികം ആശ്വാസം ലഭിക്കുന്നതാണ്. അതൊക്കെ വളരെ നമ്മുടെ ബ്രെയിനിലേക്ക് കൊടുക്കുന്ന സിഗ്നലാണത്. അത് വളരെയധികം വിജയിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്ത് വരെ മാത്രം ശകലം വിഷമമുള്ളൂ, ബാക്കിയെല്ലാം നല്ല കാർഡ് തന്നെയാണ്. ഹെൽത്ത് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുത്താൽ മാത്രം മതി. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സൗണ്ട് ഇത്രയേ എനിക്ക് പറ്റുള്ളൂ. ഇതിൽ കൂടുതൽ സൗണ്ട് എടുക്കാൻ ഇപ്പോൾ പറ്റില്ല, കാരണം സമയം ഒത്തിരി കടന്നു വരിക്കുന്നു.